ലേൺ ഇൻസിമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോയൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മുങ്ങി മരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. മുങ്ങി മരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്വിമ്മിങ് അറിയില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സാഹസികതയാണ്. അതായത് ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുനിയുമ്പോൾ നമ്മൾ അപകടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പോയിന്റുകളിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ പൂളിലെ വെള്ളം പച്ചക്കളറാണോ? എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആകുന്നില്ലേ? വിഷമിക്കേണ്ട, വിളിക്കൂ 9544194788. നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എക്വാത്തിങ് പൂൾ സർവീസ്. സ്വിമ്മിങ് അറിയാത്ത ഒരു വ്യക്തി ഒരു കാരണവശാലും ഈ ആഴമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിലയില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങാനായിട്ട് പാടില്ല. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അത് അപകട സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഈ സ്വിമ്മിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഈ പരിചയമില്ലാത്ത കുളം, കായൽ, വെള്ളക്കെട്ടുകൾ, തടാകങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. മാത്രമല്ല, അവിടേക്കുള്ള ചാട്ടം, അവിടേക്കുള്ള മറയിൽ ഇതൊക്കെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ്. ഇതേ സമയം തന്നെ സ്വിമ്മിങ് അറിയാത്ത ഒരു ആള് ഈ സ്വിമ്മിങ് അറിയുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അത് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കണം. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് സ്വിമ്മിങ് ഒന്നും അറിയില്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത് വല്ല പുഴയോ കായലോ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ സ്വിമ്മിങ് അറിയുന്ന ആൾക്കാർ വളരെയധികം എന്താ പറയേണ്ടത്, വെള്ളത്തിൽ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ സ്വിമ്മിങ് അറിയാത്ത ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇറങ്ങണം എന്നുള്ളൊരു ത്വര എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. ഈ സമയത്ത് ബാക്കിയുള്ളവർ നന്നായിട്ട് കളിക്കുന്നത് കാണുമ്പോൾ എനിക്കും കൂടി വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു തോന്നൽ അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ആ സമയത്ത് തന്നെ ബുദ്ധിപരമായിട്ട് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയില്ല എന്നുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ഒരു കോച്ചിൻ്റെ കീഴിൽ പോയിട്ട് സ്വിമ്മിങ് പഠിച്ചതിന് ശേഷം ഈ വക കളികളിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആഘോഷിച്ചോ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ആഘോഷത്തിൽ പങ്കെടുക്കുക. അതായത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മുട്ടൊപ്പം ഉള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ അരയൊപ്പമുള്ള വെള്ളത്തിലോ നിന്നതിന് ശേഷം കളിക്കുക. ഒരു കാരണവശാലും ആഴത്തിലേക്ക് പോകാനോ ആ സ്വിമ്മിങ് അറിയുന്ന ആൾക്കാരെ അനുകരിക്കാനോ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അതിന് നിങ്ങൾ നന്നായിട്ട് സ്വിമ്മിങ് പഠിക്കണം എന്നുള്ളത് ഓർക്കണം. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുഴ, കായൽ, കുളം എന്നിവിടങ്ങളിൽ സ്വിമ്മിങ് അറിയാവുന്നവരാണെങ്കിലും ഈ ചാട്ടം ഒഴിവാക്കുക. വലിയ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ചില മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ആ കുളത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ പുഴയെ കുറിച്ചോ ഒന്നും വലിയ ധാരണയൊന്നും ഇല്ല എങ്കിൽ ആ ചാടുന്ന ചാട്ടത്തിൽ നിങ്ങളുടെ കാല് പോയിട്ട് ഏതെങ്കിലും ചതുപ്പിൽ ഉടയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചാടുന്ന സ്ഥലത്ത് എന്തെങ്കിലും വല്ല മരക്കുറ്റികൾ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല പാറകൾ ഉണ്ടെങ്കിലോ ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്ക് വരാനായിട്ട് ഇടയാകും. അപ്പോൾ നിങ്ങൾ അറിയാത്തൊരു സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ ആളൊക്കെ ആവാനായിട്ടാണ് കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്ത് കയറുക, അത്ര മാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നീന്തി എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ദൂരത്തേക്ക് മാത്രം സ്വിം ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ വല്ല പുഴയിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഒക്കെ സ്വിം ചെയ്യാനായിട്ട് സാധിക്കുന്ന അത്രയ്ക്ക് ദൂരമുള്ള ഒരു പുഴയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 500 മീറ്റർ ഒക്കെ സ്വിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും, എനിക്ക് ഇത്ര ദൂരം എനിക്ക് സ്വിം ചെയ്യാനായിട്ട് സാധിക്കും. ആ ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ആ ദൂരം മാത്രം സ്വിം ചെയ്ത് തിരിച്ചു വരാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ നമ്മളെയൊക്കെ കൂടുതൽ സ്വിം ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അയ്യോ, എനിക്കതൊരു നാണക്കേടായി മാറും, അവൻ അത്ര ദൂരെ പോയിട്ട് ഞാൻ അത്ര ദൂരെ പോയില്ലെങ്കിൽ ഇവരെന്നെ കളിയാക്കും. ഇതൊന്നും വേണ്ട. ഈ ഒരു കളിയാക്കുന്നതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ജീവന്റെ വില എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ദൂരം നിങ്ങൾ സ്വിം ചെയ്യണു, തിരിച്ചു വരുന്നു, ദാറ്റ്സ് ഓൾ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കുറേയൊക്കെ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവായി നിൽക്കാനായിട്ട് സാധിക്കും. പെട്ടെന്നുള്ള ഭയവും ഈ മുങ്ങുന്നതിന് ഒരു കാരണമാണ്.
അപ്പോൾ നമ്മൾ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ ഇവിടെ ഭയങ്കര ആഴമാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ മുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ചിന്താഗതികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മുങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ഭയക്കാനായിട്ട് പാടില്ല. നിങ്ങൾ കൂളായിട്ട് സ്വിം ചെയ്യുന്നു, കൂളായിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ള പേടികളൊക്കെ വരുമ്പോൾ ആ പേടികളൊക്കെ ഒന്ന് അകറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് സ്വിമ്മിങ് അറിയുന്നവരെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പം നന്നായിട്ട് സ്വിമ്മിങ് അറിയാമെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഒഴുക്കുള്ള സ്ഥലങ്ങൾ, ചുഴിയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വിം ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നന്നായിട്ട് സ്വിമ്മിങ് അറിയാമെങ്കിൽ പോലും ഒരു പക്ഷേ അവിടെയൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് എന്ന് നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും കുളങ്ങളിലൊക്കെ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത്, കൂടുതലും ഈ പറയുന്നത് കുളങ്ങളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ കുളത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുക. നല്ല ചണ്ടിയുള്ള കുളമാണോ അല്ലെങ്കിൽ നല്ല ചെളിയുള്ള കുളമൊക്കെയാണോ എങ്കിൽ ആ പരമാവധി ഡൈവ് ചെയ്യാണോ, വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാതിരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കൂടുതലും ഈ അമ്പലക്കുളങ്ങൾ പോലത്തെയുള്ള കുളങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുളങ്ങളാണ് കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഈ വക കുളങ്ങളിലൊക്കെ പോയിട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പരിചയമില്ലാത്ത കുളങ്ങൾ, കായലുകൾ, പുഴകൾ, വെള്ളക്കെട്ടുകളിലൊക്കെ പോയിട്ട് സാഹസികതയ്ക്ക് മുതിരാതിരിക്കുക. കൂടുതലും ഞാൻ കണ്ടുവന്നിട്ടുള്ളത് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളാവാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുത്തൻ മോളിൽ നിന്ന് എടുത്ത് ചാടി. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരുത്തൻ മോളിൽ നിന്ന് എടുത്ത് ചാടി. അപ്പോൾ അവൻ എന്തായാലും ചാടിയതില്ല, അപ്പോൾ എനിക്കും കൂടി ചാടണ്ട, അല്ലെങ്കിൽ ആ പിള്ളേരുടെ മുമ്പിൽ നമുക്ക് ഒന്നും ആളാവാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒരുത്തൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വന്നു, അപ്പം ഞാനും കൂടി പോണു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ എൻ്റെ താമസിച്ചിരിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളക്കെട്ടുണ്ട്. ഏകദേശം എൻ്റെ ഒരു അറിവ് പ്രകാരം 2012-ലോ 2014-ലോ പേപ്പർ വായിച്ചപ്പോൾ അത്രയും വർഷത്തിനിടയിൽ ആ ഒരു പുഴയിൽ പോയിട്ടുള്ളത് ഏകദേശം 22 മുതൽ 24 പേരെയാണ് ആ പുഴയിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ കുട്ടികളാണ്. ഈ സ്കൂൾ കട്ട് ചെയ്തിട്ടും അതുപോലെ ട്യൂഷൻ കട്ട് ചെയ്തിട്ടൊക്കെ വരുന്ന കുട്ടികൾ വന്ന് ഈ പറഞ്ഞ പോലെ സാഹസികതയ്ക്ക് മുതിരാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഇറങ്ങാനായിട്ടൊന്നും സാധിക്കില്ല. ഇപ്പോൾ എന്തൊക്കെയോ കോടതി വിധിയും പോലീസിൻ്റെ ഒക്കെ ഒരു നിയമാവലികളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ എനിക്ക് കാണാനായിട്ടിടയായി. അപ്പോൾ ഈ സാഹസികതയ്ക്ക് മുതിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ജീവൻ എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. മറ്റൊന്ന് അപകടകരമായ കളികൾ. പുഴയിലായാലും കായലുകളിലായാലും എന്ത് പറയുന്നു, സ്വിമ്മിംഗ് പൂളിലായാൽ പോലും ഈ അപകടകരമായിട്ടുള്ള കളികളിൽ നിന്ന് ഒഴിവാക്കുക. സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, നിങ്ങൾ സ്വിമ്മിംഗ് പൂളിന് ചുറ്റും ഓടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം. കാരണം എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ ആയിട്ടുള്ളതായിരിക്കും, തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ തെന്നി വീഴുന്ന സമയത്ത് തല ഇടിക്കുക, കൈയൊടിയുക, കാലൊടിയുക, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മറ്റൊന്ന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടു കൂടിയുള്ള ചാട്ടം എപ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പി ആക്കുന്ന ഒരു സംഭവമാണ്. ചിലർക്ക് ചാടാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ വെള്ളത്തിൽ ചാടുന്ന ആൾക്കാരെ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് വെള്ളത്തിൽ ചാടുന്ന സമയത്ത്. ചാട്ടം എപ്പോഴും നല്ലതാണ്, സേഫായിട്ട് ചാടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ചാട്ടം 3 പേര് 4 പേര് കൂടിയിട്ട് ഒരുമിച്ച് ചാടുന്ന സമയത്ത് അത് വളരെയധികം അപകടമുള്ള ഒരു സംഭവമാണ്. കാരണം 3 പേര് ചാടി ഒരാൾ കരയിൽ നിൽക്കണില്ലെങ്കിൽ അവനെ നമ്മൾ ബലമായിട്ട് പിടിച്ച് വെള്ളത്തിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇവൻ വന്ന് വീഴുന്നത് ബാക്കി 2 പേരുടെ മുകളിലാണ് എങ്കിൽ അത് വലിയൊരു അപകടമാണ്. അപ്പോൾ 3 പേര് തന്നെ വേണമെന്നില്ല, 2 പേരായിട്ട് ചാടാൻ നിൽക്കുന്നു. അപ്പോൾ ഒരുത്തൻ ചാടി മറ്റവൻ ചാടിയില്ല, പക്ഷെ 2 പേരും കയ്യിൽ പിടിച്ചിട്ടുള്ളതുകൊണ്ട് ഒരുത്തൻ ചാടുന്നതുകൊണ്ട് അവൻ്റെ ആ ബലത്തിൽ മുകളിൽ നിൽക്കുന്ന ആളും നിലത്തേക്ക് വീഴാണ്. ഈ രണ്ടാമത് ഈ വീഴുന്ന വ്യക്തി ഈ ആദ്യം ചാടിയ ആളുടെ തലയിലോ മേത്ത് എവിടെയെങ്കിലും ഒക്കെ വീഴുകയാണെങ്കിൽ വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലുള്ള ഡൈവിങ് ശ്രദ്ധിക്കുക. ഈ തല കുത്തി മറയിൽ അതൊക്കെ സേഫാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ ഇതൊക്കെ അപകടങ്ങൾ. നമ്മുടെ ഒരു കൂട്ടുകാർ നല്ല സ്വിമ്മറാണ്, ഒരിക്കൽ ഒരു ഡൈവ് ചെയ്തതാണ്, പാറയമ കൊണ്ട് ഇവിടെ 2-3 സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥലം എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഒരു നോളജ് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഈ പറയുന്ന അപകടങ്ങളൊക്കെ നമുക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്.
പിന്നെ ഒരു സംഭവമാണ്, ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, എങ്കിലും അത് ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. സംഭവം വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് കല്ലെടുത്തിട്ട് വരുന്ന ഒരു സംഭവം. അത് സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ പോലും നാണയങ്ങൾ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് നമ്മളും ചെയ്യാറുണ്ട്. കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നാണയങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടുപിടിക്കാനായിട്ട്. അത് പൂളിലാവുമ്പോൾ സേഫാണ്, കാരണം തെളിഞ്ഞ വെള്ളമാണ്. ഇവരെവിടേക്കാ പോണേ, എന്താ പോണേ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സെയിം സാധനം തന്നെ കുളങ്ങളിലും പുഴകളിലും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വല്ല കല്ലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വല്ല ഇഷ്ടികയുടെ കല്ലായിരിക്കും, അല്ലെങ്കിൽ വലിയ വെള്ളാരം കല്ലൊക്കെ ആയിരിക്കും. ഇത് എറിഞ്ഞിട്ട് പോയിട്ട് എടുക്കുക എന്നുള്ളത്. നന്നായിട്ട് സ്വിമ്മിങ് അറിയുന്ന ആൾക്കാർ, നല്ല പ്രാക്ടീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ പോയിട്ട് എടുക്കാനായിട്ട് ഇടയാവും. പക്ഷെ ഈ കൂട്ടത്തിൽ ഒരു സാധാരണ സ്വിമ്മർ എന്താ നന്നായിട്ട് സ്വിമ്മിങ് അറിയില്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടൊക്കെ ഉള്ളൂ, അന്ന് ഇവരുടെ മുമ്പിൽ ഇത് എടുക്കും തന്നെ വേണം. ചിലപ്പോൾ അവർ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാനായിട്ട് തുനിയുമ്പോൾ അതും അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണ് എന്നതും കൂടി നിങ്ങൾ ഓർക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ നിർത്താനായിട്ട് പോവുകയാണ്. വെള്ളത്തിലുള്ള ആഘോഷം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ബോധപൂർവമല്ല നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ വലിയൊരു ദുഃഖത്തിലേക്ക് മാറാനായിട്ട് ഇടയാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കട്ടെ. ആഘോഷങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അതൊരു ദുഃഖമാവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരാം. അതുവരെയും ബൈ.